തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആയിരുന്നു ഉയർന്നു വന്നത് എന്നതാണ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകർ പിരിച്ചെടുത്ത ഫണ്ട് ദുരുപയോഗം ചെയ്തു, അതിൽ വലിയ തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മത്സരിച്ച എല്ലായിടങ്ങളിലും കേരള കോൺഗ്രസ് പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉൾപ്പെടെ പിന്നിൽ പോയിരിക്കുന്നു. സംബന്ധിച്ച് വലിയ പരീക്ഷണമാണ്. മുന്നണി മാറാനുള്ള സാഹചര്യം പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനിത 36,000 എന്ന നിലയിലേക്ക് വോട്ടുയർത്തുന്നു, ലീഡ് ഉയർത്തുന്നു. ഇനി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് പോലെയുള്ള റെക്കോർഡിലേക്കാണോ കടക്കുന്നത് ചാണ്ടി ഉമ്മൻ എന്നതാണ്. അഭിലാഷ് ടോണി ചമ്മണി 7,332 വോട്ടുകൾക്ക് വൈപ്പിൽ ലീഡ് ചെയ്യുന്നു. അപ്പൊ അവസാനത്തെ അവിടുത്തെ കച്ചിത്തുരുവും പോയി. വൈപ്പിനിൽ 11ാം റൗണ്ടിൽ 7,332. പാലക്കാട് മാത്രമാണ് ഒരു ആശ്വാസം. പാലക്കാട് ജില്ലയിൽ LDF ഷൊർണൂരില്, പട്ടാമ്പിയിൽ, ഒറ്റപ്പാലത്ത്, ആലത്തൂരിൽ, തരൂരിലും, നെന്മാറയിലും, മലമ്പുഴയിലും ലീഡ് ചെയ്യുന്നുണ്ട്. 10 മണ്ഡലങ്ങൾ കയ്യിലുണ്ടായിരുന്നിടത്ത് 7 ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമാണ് അല്പം ആശ്വാസം. തിരുവനന്തപുരത്തും കുറച്ച് ആശ്വാസത്തിന് വകയുണ്ട്. തിരുവനന്തപുരം അവരെ കാര്യമായി കൈവിട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും LDF-ന്റെ ലീഡുണ്ട്. വട്ടിയൂർക്കാവിലാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കേവലം 200-ൽ താഴെ വോട്ടുകളുടെ ലീഡ് മാത്രമാണ് കെ മുരളീധരന് ഉള്ളത്. ഒപ്പം കഴക്കൂട്ടത്തും അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന വിവരം വരുന്നു. അവിടെയും 200-ൽ താഴെ വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉള്ളത്. അവസാന റൗണ്ട് വരെ ഈ 2 മണ്ഡലങ്ങളിലും കാത്തിരിക്കണം. അവസാന റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വരും. ആരാണ് വിജയതിലകം ഉമാ തോമസിന്റെ ലീഡ് 25,000 ഉയരുന്നു എന്നതാണ്. VT ബൽറാമിന്റെ ലീഡ് 4,820.